CPM-ന് അല്ലെങ്കിൽ LDF-ന് ഇനിയൊരു ഭരണ തുടർച്ച ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇപ്പോഴുള്ള പ്രതിച്ഛായയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതിച്ഛായയിലേക്ക് പോയേ മതിയാകൂ. ഇത് ഇപ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള ജനപിന്തുണയുണ്ട് എന്ന് CPM നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് നമുക്കറിയാം, കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ജനങ്ങൾക്ക് കുറേ കൂടി പ്രതീക്ഷ നൽകാവുന്ന ഒരു പ്രതിച്ഛായയിലേക്ക് പോകേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഈ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് 2 തവണയിലേറെ മത്സരിച്ചു എന്ന കാരണം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ട കുറേ നേതാക്കന്മാരുണ്ട്. അവരെ അത്തരം ആളുകൾ ഉൾപ്പെടെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകളാണെങ്കിൽ, ജനങ്ങൾക്ക് താല്പര്യമുള്ള നേതാക്കന്മാരാണ് എങ്കിൽ അവരെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ കേട്ട കാര്യം ഗോപൻ പറഞ്ഞത്, ഞങ്ങൾക്ക് പാർലമെൻ്ററി പ്രവർത്തനമല്ല പാർലമെൻ്ററിതര പ്രവർത്തനങ്ങളാണ് പാർട്ടിയുടെ പ്രാധാന്യം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പണ്ട് കാലത്തിലെ താത്വികമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് LDF-ന്, പ്രത്യേകിച്ച് CPM പോലുള്ള പാർട്ടികൾക്ക് വളരെ നിർണായകമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം കിട്ടിയില്ല എങ്കിൽ അത് ആ പാർട്ടിയുടെ അംഗീകാരം, ദേശീയ തലത്തിൽ അംഗീകാരത്തിനെ പോലും ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും സീറ്റുകൾ നേടാൻ ഈ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടായില്ല, ഭരണ തുടർച്ച ഉണ്ടാക്കിയെടുക്കാൻ അതിന് പറ്റിയ യോഗ്യരായിട്ടുള്ള ആളുകൾ തീരുമാനിക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് തിരിച്ചടികളുണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചടിയുടെ പശ്ചാത്തലമുണ്ട്. എന്തൊക്കെ സാങ്കേതികത്വം പറഞ്ഞാലും, അതായത് ഞങ്ങൾ വോട്ട് ഷെയറിൽ കാര്യമായുള്ള കുറവുണ്ടായിട്ടില്ല, ഞങ്ങളുടെ മാസ് ബേസിൽ ഒരു ഇടിവും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും അവിടെ സീറ്റുകളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ കാര്യത്തിൽ, മുനിസിപ്പാലിറ്റികളുടെ കാര്യത്തിൽ, കോർപ്പറേഷൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള നഷ്ടം യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാക്കാൻ കുറേ കൂടി, ഇപ്പോൾ ശൈലജ ടീച്ചറെക്കുറിച്ച് നേരത്തെ ബസന്ത് പറഞ്ഞ് അവർ കാര്യം അങ്ങനത്തെ വലിയ ആളൊന്നുമല്ല, അഴിമതി ഉണ്ടായിട്ട് അങ്ങനെ പറഞ്ഞു. പക്ഷേ KK ശൈലജ എന്ന് പറയുന്ന നേതാവിനെക്കുറിച്ച് പൊതുജനങ്ങളുടെ ഇടയിൽ ഉള്ള ഒരു വലിയൊരു ഒരു അംഗീകാരമുണ്ട്. ആ അംഗീകാരം സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് അവർക്ക് കൊടുക്കാവുന്ന, ഇപ്പം പറഞ്ഞു കേൾക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് LDF-ൻ്റെ മണ്ഡലമല്ല, UDF-ൻ്റെ മണ്ഡലമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് മത്സരിക്കാൻ തയ്യാറാവുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു മത്സരം കൊടുക്കാൻ അല്ലെങ്കിൽ അവിടെ പിടിച്ചെടുക്കാൻ രംഗത്തിറങ്ങുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും, അതല്ലാതെ ഞങ്ങൾ കഴിഞ്ഞ തവണ നിർത്തിയതുപോലെ തന്നെ വളരെ യോഗ്യരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇനിയും വരിക എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ തവണ നിർത്തിയിട്ടുള്ള എത്ര പേർക്ക് ആ യോഗ്യത ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി നോക്കേണ്ടതുണ്ടല്ലോ. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. അപ്പം കഴിവുള്ള ജനങ്ങളുടെ പിന്തുണ കിട്ടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഭരണരംഗത്ത് കുറേ കൂടി പ്രാഗൽഭ്യം തെളിയിക്കാൻ പറ്റുന്ന നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കുക എന്നൊരു തന്ത്രത്തിലേക്ക് പോവുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ തീരുമാനമെടുത്താൽ ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ LDF-ന് CPM-നൊക്കെ അത് ഗുണം ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.